ഈ കലയിൽ ജാതീയതയുണ്ടോ ശരിക്കും? ഈ സിനിമയിലാണെങ്കിലും ഈ ജാതീയത എന്നത് പ്രകടമാണ്. ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് വലിയ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോഴും ഏത് കാര്യത്തിന് ചെല്ലുമ്പോഴും അവരെ കാസ്റ്റ് എഴുതുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാം കോര പറയും ജാതിയില്ല, മതമില്ല. അതായത് നമ്മുടെ വിഷയം എന്താ അങ്ങനെ ഇതൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഞാനൊക്കെ ഭയങ്കര രസകരമായിട്ട് ആഘോഷിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിപ്പോൾ പുതിയ തലമുറ ഞങ്ങളെ തിരുത്തുന്നു. ഈ നിറം, ഒരു നായക സങ്കല്പം എന്നൊക്കെ പറയുന്നതിന് നിറം വെച്ച് അളന്നൊരു സമയമുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, ചെറിയ ആളാണ്, കുറച്ച് ആലോചിച്ചു. എന്നോട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സിനിമയിലെ നായികമാർ സുന്ദരികൾ, ഭയങ്കര സുന്ദരികളായിരിക്കണം, കളറുള്ളവരായിരിക്കണം, ദാരിദ്ര്യത്തിൽ കിടന്നാലും നല്ല രസമായിരിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ മാറ്റി പറഞ്ഞു. എനിക്ക് ചെറുതായിട്ട് തോന്നി നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് പല്ലിന് കമ്പ്യൂട്ടർ നായിക നമ്മൾ കണ്ടത്. നമ്മൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ മനസ്സ് വേദനിച്ചതിൻ്റെ പേരിൽ നമുക്കും എത്ര മാപ്പ് പറഞ്ഞാലും നമുക്ക് അത് മതിയാകും. ആളുകൾ ഇപ്പോഴും കൂടുതൽ തിരിച്ചറിയുന്ന കരിക്കുല കഥാപാത്രങ്ങളിലൂടെയാണ്. ആവാസികം അതിനൊരു നീഷുണ്ട്. ഗൃഹപ്രവേശന സമയത്ത് ടോവിനോ പറഞ്ഞ ഡേറ്റിലായിരുന്നു അത്. അതെ, തീർച്ചയായും. ടോവിയെ പോലെ ഒരാൾ എന്റെ വീട്ടിൽ കയറുമ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ, എന്റെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുപോകാതിരുന്നാണ്. അപ്പൊ അത് നാടറിയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനാണ് ചെണ്ടമേളം വെച്ച് ചെണ്ടയും ഗാനമേളയും എല്ലാം കൊടുത്തത്. നീ ഞങ്ങൾക്കൊരു താലപ്പൊലിയെങ്കിലും ആക്കി. ചേട്ടാ, ഈ നൻപകൽ നേരത്തെ മയക്കം ഇപ്പോ ഈ ദേശീയ അവാർഡൊക്കെ വരുമ്പോൾ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒന്നായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാണ് നൻപകൽ നേരത്തെ മയക്കത്തിന്റെ നൈറ്റ് സീനുകൾ. ലെങ്തി എന്ന് പറഞ്ഞാൽ ചിത്തിരി മണി ലെങ്തി അല്ല, ഇങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് അത് മമ്മൂക്ക തന്നെയാണ് ആ കോറിയോഗ്രാഫി. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഭ്രമയുഗമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂക്ക. ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് കാണുന്ന ഒരു മനുഷ്യനെ ഇതുവരെ കാണാത്തൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചില്ലറ പരിപാടിയല്ല. നമുക്ക് ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പ്രായത്തിൽ പുള്ളി ഇത് ചെയ്യുന്നത്. എൻ്റെയൊക്കെ പ്രാർത്ഥന അത്രേ ഉള്ളൂ. ആ ഒരു പ്രായം വരെയൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത്രയും സ്പിരിറ്റോടുകൂടി നിൽക്കാൻ പറ്റണേ എന്നുള്ളത്. നമസ്കാരം. കൂടെയുള്ളത് പ്രമോദ് വെളിനാട്, രാഹുൽ രാജഗോപാൽ, അതുപോലെ രാജേഷ് ശർമ്മ എന്നിവരാണ്. മൂന്ന് പേർക്ക് നമസ്കാരം. ചുരുൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ SSC/ST വിഭാഗത്തിലെ സംവിധായകരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് ഈ ചുരുൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ ഈ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ജാതീയത എല്ലാം പറയുന്നതായി അതിൻ്റെ ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്താണ് ചുരുൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു കേരള സർക്കാർ ഫിലിം എന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു പരസ്യങ്ങളൊക്കെ പോവുകയും ചെയ്യുന്നത്. എന്താണ് ചുരുൾ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രായത്തിൽ മൂത്തവർ സംസാരിക്കണമെന്നാണ്. പ്രായത്തിൽ മൂത്തവർ ഇതെല്ലാം മൂന്നവർ താഴെ പോയിട്ട് പ്രായം ഫീൽ വേണ്ടി. രാവിലെ വരാൻ ലേറ്റായി. ഈ താടി ഒന്ന് വൈറ്റ് ആക്കണം. ഇതിപ്പോ നര എണ്ണിട്ടാണോ പ്രായം രാത്രി തന്നെ തുടങ്ങുന്നതാണോ ചുരുളിൽ? ഇതിന്റെ ചുരുളഴിക്കട്ടെ, ഇതിന്റെ ചുരുളഴിക്കാണ്, ചുരുളിന്റെ ചുരുളഴിക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ സബ്ജക്റ്റ്, ഇതിൻ്റെ ഡയറക്ടർ അരുണാണ്. KSFDC ആണ് ഇതിൻ്റെ മുഴുവൻ. ഇതിൻ്റെ ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഇതിൻ്റെ DOP പ്രവീൺ ചക്രപാണി. ഒരു ചെറിയ കൂട്ടായ്മ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത്, ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഡെപ്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളവിടെ സംസാരിച്ച ഈ ഇന്ന് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ, കാരണം നമ്മളെ കേരളത്തിൻ്റെ ചരിത്രമൊക്കെ അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കെപ്പോഴും ചരിത്രം മുഴുവനും കിട്ടുന്നത് അമ്പലങ്ങളിലും ഇല്ലെന്നുണ്ടെങ്കിൽ കൊട്ടാരങ്ങളിൽ അങ്ങനെയുള്ള ശാസനകളും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ പോലും, ഈ കേരളം ഉണ്ടായതിനു ശേഷം പോലീസ് സ്റ്റേഷനുകളിൽ പോലും ചരിത്രമില്ല. ഒരു വിഭാഗം മനുഷ്യരുടെ ചരിത്രമില്ല. അപ്പോൾ അരുണ് ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ക്രൈമും ഇതൊക്കെ എന്താ പറയുക, അരുണിൻ്റെ ലൈഫിൽ അരുണ് വായിച്ചെടുത്ത ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസിന്റെ ചുരുളഴിക്കുന്നതാണോ? കാരണം ഇപ്പൊ തന്നെ അതിൽ പ്രമോദായിട്ടിന്റെ ഒരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. കൊന്നു എന്ന് പറയുന്നു, ആരെയാ കൊന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണോ ഇത്? അതിനകത്ത് ഈ ചരിത്രം ഒരു 3 കാലഘട്ടത്തെ ഈ സിനിമ വായിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ ചരിത്രം എന്ന് പറയുന്നത്
ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് ഈ ലയങ്ങളിൽ താമസിക്കുന്നത് ഈ തോട്ടം തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങൾ പൊതുവിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടാറില്ല. പൊതുവിൽ അങ്ങനെ വലിയൊരു ചർച്ചയായി സിനിമകളിലും തെല്ലെന്ന് സിനിമകളിൽ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഈ ലയങ്ങളിൽ ഒന്നും പറയാറില്ല. അല്ല അതാ പറഞ്ഞ സർക്കാരിന്റെ ഏറ്റവും വലിയ രേഖയാണ് ശരിക്കും പറഞ്ഞ വില്ലേജ് ഓഫീസുകൾ. സർക്കാരിന്റെ രേഖ എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട അരുൺ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ആധാർ കാർഡ് എന്ന് പറയുന്നൊരു രേഖയുണ്ട്, ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തെളിവില്ല. അവർക്ക് വൈദ്യുതി കിട്ടുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇതുണ്ടോ എന്ന് പോലുമില്ല. ഇപ്പോൾ തന്നെ വയനാട്ടിലെ ആ ദുരന്തമുണ്ടായതിന് ശേഷം നമ്മൾ സംസാരിച്ചൊരു കുറേ കാര്യമുണ്ട്, ലയങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഇടുക്കിയിൽ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യപ്പെട്ടത് ലയത്തിൽ വെച്ചാണ്. അതൊന്നും അങ്ങനെ ഒരു ഇത് സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ലയങ്ങളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ചരിത്രമില്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തോന്നിയത് ഈ 3 കാലഘട്ടങ്ങളിലൂടെയും. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലൂടെ ചരിത്രം പറയുന്ന ഒരു സിനിമ കൂടിയാണ്. ഒരു 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 വിഭാഗം മനുഷ്യരുടെ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രമോദിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു സിനിമയാണ് ചുരുൾ. അതിൻ്റെ ചുരുളഴിക്കൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ജാതീയതയെക്കുറിച്ചും ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നില്ലേ ശരിക്കും? ഇപ്പോൾ ഈ ജാതീയത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കലയിൽ ജാതീയതയുണ്ടോ ശരിക്കും? ഈ സിനിമയിലാണെങ്കിലും ഈ ജാതീയത എന്നത് പ്രകടമാണ്. ജാതി എല്ലായിടത്തും ഉണ്ടല്ലോ, ലൗഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാർ സ്ഥാപനത്തിലേക്ക് വല്ല നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കാൻ ചെല്ലുമ്പോഴും ഏത് കാര്യത്തിന് ചെല്ലുമ്പോഴും അവരെ കാസ്റ്റ് എഴുതുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാം ഘോരം പറയും ജാതിയില്ല മതമില്ല അതാണ് ഇതാണെന്ന് പറയും. വളരെ പറഞ്ഞു സംസാരിക്കുന്നത് അതായത് നമ്മുടെ കക്ഷിയ എന്താ അങ്ങനെ പറയുന്നത്, ഒരാളെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ കക്ഷിയ എന്ന് പറയുന്നത്. അവിടെ ഒന്നും ജാതിയില്ല, ജാതിയുണ്ട്. എനിക്ക് രണ്ടാമത്തെ കാര്യം ജാതീയതയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയതിൽ ആദ്യം തന്നെ SC/ST വിഭാഗത്തിന്റെ ഒരു പരിപാടി എന്ന രീതിയിലാണ്. അങ്ങനെ ഒരിക്കലും ഈ സിനിമയെ അങ്ങനെ ആകണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ ഇതിനകത്ത് ഈ വാർത്താ മാധ്യമങ്ങളിൽ അപ്പൊ അത് എനിക്ക് അതിനോട് ഒരു അത്ര കണ്ട് താല്പര്യം എനിക്ക് അങ്ങനെ തോന്നില്ല. അത് അങ്ങനല്ലല്ലോ, നമ്മുടെ ജാതി നോക്കിയല്ലല്ലോ ഒരു കഴിവിനെ നമ്മൾ. അരുൺ എന്ന് പറയുന്ന ഡയറക്ടർ കൊച്ചുമീന നമ്മുടെ കൂടെ എന്നെ വിളിച്ചൊരു സംസാരിച്ചപ്പോൾ ഒറ്റ രാത്രിയിൽ എന്നോട് വിളിച്ച് കഥ പറഞ്ഞപ്പോൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിന് ജാതിയല്ല ഞാൻ നോക്കി. അത് ഈ സമൂഹത്തിൽ പറയേണ്ട സത്യസന്ധമായ ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. 2, ഇത് സർക്കാർ ചെയ്യുന്ന സിനിമയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ല ഇവിടുത്തെ കാലം അങ്ങനെ പറഞ്ഞ് അല്ലേ സർക്കാരിനോ ഇവര് പ്രത്യേകിച്ച് നമ്മുടെ ഇതിന്റെ 2 സൈഡിലും സാംസ്കാരിക മുഖ്യമന്ത്രിയുടെ പടം വെച്ചിരിക്കുന്നത് ഇവര് പ്രൊഡ്യൂസ് ചെയ്ത പടമാണെന്നൊന്നും വിചാരിക്കില്ല. ഇത് സർക്കാരിന്റെ ഒരു പ്രോജക്റ്റാണ്. അപ്പൊ ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ കലാകാരന്മാരെ ഇല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യരെ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയാ അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ഭാഗം തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റേ സിനിമയിൽ ഒരു സംവരണം വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതെ, എനിക്കത് കാരണം അതിന്റെ ആവശ്യമുണ്ട്. അരുൺ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ കഴിവിനെ കുറിച്ച് എങ്കിലും ചേട്ടാ ഈ സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ SC/ST വിഭാഗത്തിലാണെങ്കിലും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണെങ്കിലും ആളുകൾക്ക് എത്രത്തോളം സാധ്യമാണെന്നത് ഇപ്പോഴും ചോദ്യമല്ലേ? ഉറപ്പല്ലേ, അത് ഉണ്ടാവും പല നമുക്ക്. കാരണം ഈ എന്താന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ചില ഈ കഴിവുകൊണ്ട് നല്ല കഴിവുള്ളവർ പുറയിലും ഈ എന്താ പ്രശ്നമുള്ളവർ മുന്നിൽ നിൽക്കുന്ന ഒരു കാലത്തിലൂടെ അത് ഇപ്പോഴത്തെ ഞാൻ എൻ്റെ മോൻ ഉൾപ്പെടെ എന്നോട് പറഞ്ഞു എന്നുവെച്ചാൽ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന്, സ്വയം പ്രൊമോഷൻ അല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. അപ്പോൾ അത് അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മൾ പിന്നെ അതിന് തന്നെ എന്തെങ്കിലും കിട്ടി ഒന്ന് രക്ഷപ്പെട്ടു വരുന്നോ അല്ലെ എന്തെങ്കിലും കണ്ടോ കേട്ടോ അത് തിരിച്ചറിയത്തോടാകുന്നു. പിന്നെ അവൻ ഏതാ ആ കക്ഷി ഏതാ അങ്ങനെ ഈ ഏതാണെന്ന് ചോദിക്കുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല. അവൻ കുറച്ചുകൂടെ ആഴ്ന്നിറങ്ങി ചോദിക്കാം പുള്ളി ആരാന്ന് ഇല്ലേന്നാ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് പണ്ട് ഈ ഒരാളുടെ ഒരു പ്രസംഗത്തിൽ ഭയമാണ് നീ ഇതിനു മുമ്പ് ഒരിക്കൽ ഏറി കയറി കുഴപ്പമില്ല
ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കില്ല, ഞാൻ ജീവിച്ചു നോക്കട്ടെ. ശരിക്കും ആ കൊത്തേട സംഭവത്തിന് ശേഷമേ ആളുകൾ ചോദിക്കുന്നത്, കമന്റുകളിൽ പറയുന്നത്, ചേട്ടൻ അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നല്ലോ, അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ എന്തിനാണ് നിങ്ങൾ ചേട്ടൻ അങ്ങനെ എനിക്ക് ഞാൻ അതിനകത്ത് ഒരു തെറ്റ്, ഇപ്പൊ അതിനെക്കുറിച്ച് ആ വിഷയമല്ലെങ്കിൽ കൂടി ഞാൻ അതിൽ സന്തോഷവാനത്തോട് ഇപ്പോഴും ആ നിലപാടിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അതിനകത്ത് ഒന്നും മോശം പറഞ്ഞു. പക്ഷേ കേട്ടവരുടെ ഒരു പ്രത്യേകത, അല്ലെ അവർക്ക് ആ രീതി കാണാൻ പറഞ്ഞ പോലെ ആ രീതി ചിന്തിക്കാനൊക്കെ അതുകൊണ്ട് ആ വിഷയം വിടും, നമുക്കത് ക്ലോസ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് മുന്നോട്ട് വീണ്ടും നമുക്ക് അതിനെക്കാട്ടും നന്നായിട്ട് സംസാരിക്കാൻ സന്തോഷമായല്ലോ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ജാതിയും മതവും ഇതെല്ലാം നമ്മളുടെ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ തലമുറ, നമ്മുടെയൊക്കെ തലമുറയിലെ ജീവിത രീതി തന്നെ നിറങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഞാനൊക്കെ ഭയങ്കര രസകരമായിട്ട് ആഘോഷിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിപ്പോൾ പുതിയ തലമുറ ഞങ്ങളെ തിരുത്തുന്നുണ്ട്, അത് ശരിയായിരുന്നില്ല എന്നുള്ളത്. അത് ആ അവസരം അന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും എന്താ പറയുന്നത്, അത് ഈ നമ്മളൊക്കെ അന്ന് തിരുത്തപ്പെടുമായിരുന്നു. ഈ നിറത്തിന്റെ എന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ ട്രൈ ചെയ്ത ആളുകളാണ്. അപ്പൊ ഈ നിറം, ഒരു നായക സങ്കല്പം എന്നൊക്കെ പറയുന്നതിന് നിറം വെച്ച് അളന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ നിറം കൊണ്ട് അവഗണന നേരിടുക, അങ്ങനത്തെ സാധ്യതകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ നിറം കൊണ്ട് എല്ലാ തരത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുകൾ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്തും ശ്രമങ്ങൾ ഉണ്ടാകും. പുതിയ തലമുറ ഉണ്ട്. അത് അവർക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞാനിപ്പോൾ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, ചെറിയ ആളാണ്, കുറച്ച് അലയുള്ളൂ. എന്നോട് അങ്ങനെ തോന്നില്ല. പക്ഷേ നമ്മുടെ സിനിമയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടക രംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ എഴുത്തിൻ്റെ സ്വാഗതം എവിടെ നോക്കിയാലും ഇപ്പം നമ്മളൊരു ഡോക്ടറെ, ഒരു സിനിമയിൽ ഒരു ഡോക്ടറെ കാണിക്കുക, ഈർക്കിലി പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ വികലാംഗനായ ഒരു ഡോക്ടറെ നമ്മൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ കഫ് സ്റ്റൈലിൽ ഒരാൾ പറഞ്ഞു എങ്കിലേ പുള്ളി ചികിത്സിക്കാൻ. പക്ഷേ നമ്മൾ കണ്ടില്ല, ഈയിടെ കണ്ടില്ല ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഡോക്ടർ ഈ കഴിഞ്ഞ ഒരു യൂട്യൂബിലൊക്കെ ഭയങ്കര പുള്ളി ഇത്രേ ഉള്ള ആളോ, പുള്ളിക്ക് ആഗ്രഹം ഡോക്ടറാണോ എന്നാണ്. അപ്പോൾ പൊക്കം കുറഞ്ഞവർക്ക് ഡോക്ടർ ആകാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ പുള്ളി ഫൈറ്റ് ചെയ്ത് പിന്നെ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയുണ്ട് വിധി മേടിച്ചു ഡോക്ടറായി. അപ്പം അങ്ങനത്തെ ഈ മാറ്റങ്ങൾ നമ്മുടെ സിനിമയിലെ നായികമാർ സുന്ദരികൾ, ഭയങ്കര സുന്ദരികളായിരിക്കും, കളറുള്ളവരായിരിക്കണം, ദാരിദ്ര്യത്തിൽ കിടന്നാലും നല്ല രസമായിരിക്കണം എന്ന് പറയും. അതൊക്കെ മാറ്റി വരുന്നത് എനിക്ക് ചെറുതായിട്ട് തോന്നി. നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷനകത്ത് പല്ലിന് കമ്പ്യൂട്ടർ നായിക നമ്മൾ കണ്ടത്, നമ്മൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ട പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ത്രീകൾക്കൊക്കെ പല്ല് കമ്പ്യൂട്ടറും അല്ലെങ്കിൽ അപ്പൊ അല്ല അതിനുശേഷം വീട്ട് വന്നപ്പോൾ ഈ ഭയങ്കര ഗ്ലാമർ അത് മാറി മാറി മാറി. ഞാൻ പറയില്ല ഈ നിറത്തിലൊരു വിഷയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിറം അങ്ങനെയുള്ളവരെ എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല സിനിമയിൽ, കേട്ടില്ലേ? കറുപ്പ് അങ്ങനെ ഒരു ഇതാണെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിറമാണെന്നുണ്ടെങ്കിലും ആദ്യം പണിയെടുക്കണം, ഇപ്പം ഓവർകം ചെയ്യാൻ പ്രതിഭ കൊണ്ട് പറ്റുന്നുണ്ട്. പക്ഷെ പ്രതിഭ ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറ്റാ അത്. പക്ഷെ കൂടുതലും എനിക്ക് കണ്ടിട്ടുള്ളൂ ഈ പ്രതിഭ കൊണ്ട് അതിനെ മറികടക്കുന്ന ചില മനുഷ്യരുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ഇപ്പം ഈ അൾട്ടിമേറ്റ്ലി പ്രതിഭ തന്നെയാണ്. ഇപ്പം ഒരാൾ ഇന്ന നിറമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കണമെന്നില്ല, പ്രതിഭ ഉണ്ട് ഈ ഒരു ഫീൽഡിൽ എവിടെയാണെങ്കിലും. പിന്നെ ഈ വാക്കുകൾ കൊണ്ടും ചില മനുഷ്യരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് നിങ്ങൾ പോലും അറിയില്ല ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്. നമ്മൾ വളരെ രസകരമായിട്ട് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ നോട്ടത്തിൽ, ചിലപ്പോൾ നമ്മൾ അങ്ങനൊന്നും വിചാരിച്ചായിരിക്കില്ല ചെയ്യുന്നത്. പക്ഷെ അവരുടെ മനസ്സുകൾ, ഇപ്പം ഒരു വണ്ണമുള്ളൊരു കുട്ടി വന്ന സമയത്ത് കഴിക്കാൻ എന്ത് എനിക്ക് തന്നൂല, 2 എണ്ണം പറയട്ടെ എന്ന് ഞാൻ ചോദിച്ചു. കഴിഞ്ഞ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചതാ, 2 എണ്ണം പറയട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ എന്നോട് പറഞ്ഞ് അതെന്നെ ഒന്നെങ്കിൽ അപ്പം നമ്മൾ അറിയാതെ നമ്മൾ അത് ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്ന എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെയാണ്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന അല്ല. പക്ഷെ അവരോടൊക്കെ നമ്മൾ എത്ര നമ്മളാ പറഞ്ഞു പോയ മനുഷ്യരോട് നമ്മൾ അവരുടെ മനസ്സ് വേദനിച്ചതിൻ്റെ പേരിൽ നമുക്കും എത്ര മാപ്പ് പറഞ്ഞാലും നമുക്ക് അത് മതിയാവില്ല. കാരണം അവരുടെ ആ കണ്ണീരിൻ്റെ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കും അത് തോന്നി. എനിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ബെറ്റർ രീതിയിൽ നമുക്ക്
ഇപ്പോൾ നമുക്ക് ഈ തിയേറ്ററിലൊക്കെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇയാൾ മാറിയിക്കേ, ഇയാൾക്ക് അത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേദന അത് അതവിടെ അതിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഇതാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ അതിനൊന്നും ആ വേദനകൾക്കൊന്നും നമുക്കൊന്നും ഒരു മാപ്പ് കൊണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂപ്പ് കൈ കൊണ്ടോ ഒന്നും ഇതാവില്ല. നമ്മൾ വീണ്ടും മറ്റേതിലേക്ക് ചുരുൾ നിങ്ങളുടെ കഴിഞ്ഞു ഈ പുള്ളി നമ്മൾ രണ്ടുപേരും മാത്രം സംസാരിച്ചാൽ ഇതിന്റെ ചുരുളത് പുള്ളി അഴിക്കട്ടെ, ചുരുളഴിക്കുന്നതാണല്ലോ. അതിന്റെ ചുരുളഴിക്കുന്ന ജോലി എനിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഏകദേശം ഒരു 2 വർഷത്തോളം ആകുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ അരുൺ വിളിച്ചിട്ട് കഥ പറഞ്ഞു, പ്രായമാകുന്നതിന് മുമ്പുള്ള സിനിമയാണ്, വിളിച്ച് കഥ പറഞ്ഞു, ഒന്ന് സ്ക്രീൻ പ്ലേ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഇപ്പം ഒരു ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പം ഒരു പൊതുധാരണയുണ്ട് കുറച്ചൊരു ആർട്ട് ഹൗസ് സിനിമ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇത് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ അതാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇപ്പം KSFDC പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഇവരൊരു മാസപടം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യുന്ന സിനിമയിൽ എന്തോ ഒരു പ്രസക്തിയുണ്ട്, സാമൂഹികമായിട്ടോ എന്ത് കാരണത്തെ കൊണ്ടോ. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ഇത് പറയാൻ ഉദ്ദേശിച്ച രീതി, ഇപ്പോൾ ഒരു 3 കാലഘട്ടത്തിലാണ് ഈ സ്ക്രീൻ പ്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം പ്രമോദനും ഞാനും എനിക്ക് അത് പറയാൻ പറ്റില്ല. ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇത് 2 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം പ്രമോദന്റെ കാലഘട്ടത്തിൽ അത് കുറച്ച് ലൗഡാണ്. ഇപ്പം എൻ്റെ സ്പേസിലേക്ക് എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ലൗഡല്ല എന്നേ ഉള്ളൂ, അതിപ്പോഴും ഉണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ ഞാനും അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഐഡിയ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മളിത് ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഇത് പാസ് ഓൺ ആവില്ല. കാരണം ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഇത് പൊതുവെ ആരും പുറമേ പറയാറില്ല. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലഘട്ടം ഇപ്പം ഈ പറയുന്നില്ല ഉള്ളിലുണ്ട്, അടുത്ത ഒരു കാലഘട്ടം അത് ഉള്ളിലുണ്ടാവില്ല. ചേഞ്ച് അല്ലേ പറ്റും, ഒരു ദിവസം കൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്ന സാധനമല്ലോ. എന്തോ ഒരു ലെയർ ആയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്, പക്ഷെ മാറ്റിയാൽ ഇത് തന്നെ ആളുകളുടെ മണ്ടേ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് കേറ്റാനായിട്ട് ഇപ്പോഴും ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വിഷമമുള്ളൊരു കാര്യം. തുടരെ പോലീസ് വേഷങ്ങളാണ് അന്വേഷിപ്പിക്കും കണ്ടെത്തും, അതുപോലെ താടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പം ഓണത്തിന് വേറൊരു പടമുണ്ട്, അതിൽ പോലീസ് വേഷമല്ല, പക്ഷെ പോലീസ് വേഷങ്ങളാണ് കൂടുതൽ പിടിക്കേണ്ട വേഷമാണ്. ഞങ്ങൾ നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. തുടങ്ങിയത് ഇത് കഴിഞ്ഞിട്ട് പുരുഷപ്രേതം ചെയ്തു. പുരുഷപ്രേതം ഞാൻ ഡയറക്ഷൻ ടീമിലാണ് പ്രൊമോട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അന്വേഷിപ്പും കണ്ടെത്തും ചെയ്തു. ഞങ്ങൾ രണ്ടും പോലീസുകാരാണ്. ഇനിയുള്ള സിനിമയിൽ ഞങ്ങൾ 2 സഹോദരങ്ങളായിട്ടാണ്, പക്ഷെ പോലീസല്ല. വിളിക്കുമ്പോഴും രാവിലെ ഉണ്ട് കേട്ടോ. അമ്മാവന്റെ റോള് വല്ലതും ഉണ്ടെന്ന് പറയണേ. എന്തായാലും 3 പേര് അല്ല അഭിനയിപ്പിച്ചില്ല, നമ്മൾ ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. അല്ല, ഇപ്പം ഇത് രാഷ്ട്രീയം പറയുമ്പോഴും അതിനൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കേസ് അന്വേഷണത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് ആൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സോ കോൾഡ് ആർട്ട് ഹൗസ് സിനിമയിൽ പെടുന്നൊരു സിനിമയല്ലത്. പക്ഷേ അത് പറയാനുള്ള രാഷ്ട്രീയം, ശക്തമായ രാഷ്ട്രീയം അത് പറഞ്ഞു തന്നെ വെക്കുന്നുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാകുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് അതിനെ സിനിമയാക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു. പിന്നെ അത് തന്നെ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ദം ബിരിയാണി മേടിച്ച് കഴിച്ചോളാൻ പറയുന്നത് കിട്ടുമോ? കിട്ടത്തില്ല. പക്ഷെ ആഗ്രഹമുണ്ട് പുള്ളിക്ക്. നമ്മുടെ ഡയറക്ടറുടെ കാര്യമാണ് പറഞ്ഞത്. പുള്ളിയുടെ 500 രൂപ കൊടുത്തിട്ട് ഒരു ദം അടിക്കാൻ നമ്മൾ കീച്ചൻ അടിച്ചിട്ട് വെക്കും. അപ്പം അതിന് പരിമിതികളുണ്ട് ഈ സിനിമ ചെയ്യാൻ അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് കാരണം അവിടെ കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ചും അത് ഇദ്ദേഹത്തിന് തന്നെ അവിടെ കൊടുക്കുന്ന എല്ലാ ഫണ്ടുകളും ആളുകൾ സ്വീകരിക്കുന്ന രീതിയിലും വ്യത്യസ്തതയില്ല. ഇപ്പൊ സിനിമകൾ വരുമ്പം ആളുകൾ കാണാൻ എടുക്കുന്ന ഒരു രീതി പലപ്പോഴും ചെറിയ സിനിമകൾ വിജയിക്കുന്നത് അപൂർവമായി മാറുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ? അതൊരു നല്ല സുഖകരമായ ഒരു പോക്കല്ല അത്. നല്ല ചില വലിയ പനങ്ങൾ വീഴുമ്പോൾ ചില നല്ല അതിനിടെ ചിലപ്പോൾ ചന്ദനത്തിന്റെ തയ്യൊക്കെ കാണും, അതൊക്കെ ഒടിഞ്ഞു പോകും. അതൊക്കെ വലിയ ചന്ദനങ്ങളായി മാറേണ്ട അല്ലെ. അതിപ്പോ ആട്ടമൊക്കെ വലിയ രീതിയിൽ പിന്നെ ഇപ്പോഴല്ലേ ആട്ടത്തിന് കണ്ടില്ലേ അതെങ്ങനെ മലയാളത്തിൽ എങ്ങനെ എടുക്കേണ്ട സിനിമ എടുത്തില്ല എന്നുള്ള അർത്ഥമല്ല അതിന്. അങ്ങനെ കുറെ സിനിമകൾ ഞാൻ ഈ ചെറിയ സിനിമകളുടെ ഭാഗം തിയേറ്ററിലെ ആളുകളാണ്. ഈ പണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ദാരിദ്ര്യ സിനിമയുടെ നായകൻ. പണ്ടൊരു സംവിധായകൻ ആരാന്നറിയില്ല, സിനിമാ പ്രവർത്തകൻ പറഞ്ഞ IFFKയിൽ ചില സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആളുകൾ തെള്ളും അവിടെ ഏതാണ്ട് 12,000-10,000 പേരൊക്കെയാണ് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ. പക്ഷേ അത് തിയേറ്ററിൽ വരുമ്പോഴത്തേന്
ഇല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ഇതായിട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ വരുമ്പോഴത്തേന് ഈ 10,000 പേര് പോലും കാണുന്നില്ല ഈ കുഞ്ഞു സിനിമയുടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാനിപ്പോൾ അഭിനയിച്ചൊരു പടം ഈ അടുത്തിടെ റിലീസായി. ആ സിനിമ കാണാൻ വേണ്ടി ഞാൻ ചങ്ങനാശ്ശേരി ചെല്ലുക. ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ അവിടുത്തെ തിയേറ്ററിൻ്റെ 1000 പേരെ പുള്ളി ഇങ്ങനെ താടി കയറി എടുത്തിരിക്കും. രാവിലത്തെ ഷോ ഇല്ലായിരുന്നു പറഞ്ഞിട്ട് ആളില്ല ആയിട്ട്. ഞങ്ങൾ ഭാര്യ മകനെ ഞങ്ങളെല്ലാം കൂടെ 5 പേരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ 5 പേരായിട്ട് എങ്ങനെ ഒരു 10-15 പേരെങ്കിലും വേണം. ശരി വാ ഒരു 15 ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. 15 ടിക്കറ്റ് ഞാൻ 15 കൂടെ മേടിച്ചു. ഒരു 15 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ 5 പേരുടെ സിനിമ കണ്ട്. എൻ്റെ സിനിമ അല്ല ഇത് അങ്ങനത്തെ ഒരു അപ്പം ഈ സിനിമയുണ്ടല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നതിനെക്കാട്ടിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ പരസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യൻ്റെ മൊത്തത്തിൽ പരസ്യത്തിലാണല്ലോ മൊത്തം ചെറുതാണെങ്കിലും ചവപ്പെട്ടിക്ക് വരെ പരസ്യമുള്ള രാജ്യത്തോടെ നമ്മൾ ജീവിക്കുന്നത്. മികച്ച ചവപ്പെട്ടികൾ സമീപിക്കണം പറഞ്ഞുകൊണ്ടേ. പക്ഷെ ഈ കുറെ പബ്ലിസിറ്റിയിൽ വരുന്ന സിനിമകൾ വട്ടം പൊളിഞ്ഞു പോകുന്നുണ്ട്. അല്ല ഈ ചുരുളെന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററിൽ പോയി പ്രേക്ഷകർ കാണുകയും അത് എന്നുവെച്ചാൽ കാണുക വിജയമാകുക എന്നുള്ള അങ്ങനൊന്നുമല്ല, കാണുന്നു എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് ഒരുപാട് സ്വീകാര്യത. തീർച്ചയായും ഇപ്പോൾ നല്ല സിനിമകൾ ആ പരിമിതമായ സാമ്പത്തിക ഏറ്റവും മികച്ച സബ്ജക്റ്റുകൾ എല്ലാം വെച്ചുകൊണ്ട് പുതിയ തലമുറ സംവിധായകർ ഈ സിനിമകൾ ചെയ്യുന്നത്. അപ്പം അത് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ പ്രോജക്റ്റ് വിജയിപ്പിച്ചെടുക്കുക. ചില സ്ഥലങ്ങളിൽ കണ്ടില്ലേ ഇങ്ങനെ ഈ കല്യാണത്തിനാണേലും അല്ലെങ്കിൽ അതുപോലുള്ള പെൺകുട്ടികൾക്ക് ഭയങ്കരമായി സ്വർണ്ണം ഇട്ട് ഭയങ്കര രസത്തിൽ വന്നിരിക്കും. അങ്ങനത്തെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു 2 മുട്ട് കമ്മൽ ഒരു ചെറിയ മാലയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗിയില്ലേ? ലളിതം. അങ്ങനെ അല്ല ഞാൻ കളിയായിട്ട് പറഞ്ഞു അത് കണ്ടപ്പോൾ പറഞ്ഞുള്ളൂ. അങ്ങനെ അതിലും സൗന്ദര്യമില്ലേ? അങ്ങനത്തെ ഒരു സിനിമ ഇത്. വലിയ പോഷുകളോ ഭയങ്കര അത്ഭുതങ്ങളോ ഭയങ്കര മാസ് എൻട്രികളോ അല്ല അങ്ങനെയുള്ള പരിപാടികളോ ഇവർക്ക് കണ്ടോ ഇവർ ഭയങ്കര മാസമാണ് കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ മനുഷ്യനെ ബോറടിപ്പിക്കാത്ത ഒരു നല്ല സിനിമയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ മോശമല്ലാത്തൊരു ഇങ്ങനെ ഒരു കഥാപാത്രം അത് നമുക്ക് ഗംഭീരമെന്നല്ല എനിക്കതിനകത്തൊരു ഒരു ഭയങ്കരമായി സന്തോഷം തോന്നിയൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ ഡോക്ടർ ബിജു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സിനിമ ചെയ്ത സമയത്ത് അരുണിനോട് പറഞ്ഞു ഡയറക്ടറോട് പറഞ്ഞു കാരണം ഇത് ആ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളി ശ്രദ്ധിച്ചോണം ആരാണേലും അത് കയ്യിൽ നിന്ന് പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് അത് പിടിച്ച് ചെയ്തില്ലെങ്കിൽ ശ്രദ്ധാപൂർവ്വം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ പ്രമോദ് വിളിയനാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നെ അറിയേണ്ട ആളുമല്ല അറിയാറായിട്ട് അത് പോട്ടെ. അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതിന്റെ പേടികൊണ്ടാ എളിമയുടെ അല്ല. അപ്പൊ അല്ല അതുകൊണ്ട് അപ്പൊ അല്ലെന്ന് ഈ സിനിമ നമ്മളെ ഇതുപോലെ അറിയുന്നില്ല 2 കൊല്ലം മുമ്പുള്ള കാര്യമായി പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരില്ലാന്നുള്ള സത്യം. അദ്ദേഹം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇതിന്റെ എന്തോ സൈൻ ചെയ്യണം സാറ് പടം എന്നെ കണ്ടിട്ട് സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് സൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പടം കണ്ടിട്ട് അരുണിനോട് വിളിച്ചു പറഞ്ഞു നന്നായിരിക്കുന്നു പുള്ളി ഗംഭീരമായിട്ടുണ്ട് നിങ്ങൾ ആളുടെ മോശമായില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് നമ്പർ വന്നിട്ട് ഞാൻ സാറിനെ വിളിച്ചു സാറിനോട് വളരെ കാര്യമായി സംസാരിക്കും. സാറിനോട് സാറേ ഏതെങ്കിലും സാറിന്റെ പടത്തിൽ ഒരു സൈഡിൽ നിൽക്കുന്നവരുടെ സൈഡിലാണ്ടാ നടക്കാൻ നിർത്താം പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ എനിക്കറിയാം. ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രമോദ് വെളിയനാടിന്റെ കയ്യിൽ നിന്ന് പോകാതെ നിങ്ങൾ നിങ്ങൾ 2 പേരും അപ്പുറത്ത് അത് പോകുന്നതിന് നിങ്ങൾ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇരിക്കുന്നത് ചുമ്മാ ഇരിക്കുന്നതല്ല. അതെ വളരെ സന്തോഷം. നമ്മളെ 3 പേരെ ഡയറക്ടർ നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ 3 പേരുടെ ഇത് പോകാതിരിക്കാൻ വേണ്ടി ഡയറക്ടർ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സന്തോഷം നല്ല നല്ല സന്തോഷം. പിന്നെ ഈ വേറെ വലിയ സത്യം ഇദ്ദേഹത്തെ എനിക്ക് സൗഹൃദമായി കിട്ടുന്ന ഈ സിനിമയുടെ കൂടിയാണ്. അത് ആ സൗഹൃദം ഇപ്പൊ നമ്മൾ പറഞ്ഞ അത്ര സിനിമകളിലേക്ക് എത്തി പിന്നെ ആത്മബന്ധമായി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇത് പിന്നെയൊക്കെ അമ്പലപ്പുറത്ത് നിന്ന് കിട്ടുക നാടകപ്രവർത്തകരാണ് കിട്ടിയ ആളാണ്. പിന്നെ ഈ ആട്ടി മറ്റേ പറമ്പ് അല്ലേ മറ്റേ ഈ ഇത് വീശി അടക്കുന്നത് നമുക്കറിയാം. ആവാസ വ്യൂഹം എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷമാണ് രാഹുൽ എന്ന നടനെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നു. അതിന് കിട്ടിയ ഒരു കയ്യടി അത് എത്രത്തോളം പ്രചോദനമാകുന്നുണ്ട് ഈ ഓരോ സിനിമകൾ കഴിയും തോറും അവസരങ്ങൾക്കായി? അല്ല കയ്യടി കിട്ടുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അല്ല ഇത് കഴിഞ്ഞ അടുത്തത് എന്തെന്നുള്ളൊരു ചോദ്യം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് ആവാസവ്യൂഹം റിലീസായി ഇമീഡിയറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് അരുൺ അത് ആവാസവ്യൂഹം കണ്ടിട്ടില്ല. അപ്പൊ എന്നെ എനിക്ക് തോന്നുന്നു കരിക്കിലൊരു ക്യാരക്ടർ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയാം എന്നെ ആളുകൾ ഇപ്പോഴും കൂടുതൽ തിരിച്ചറിയുന്ന കരിക്കിലെ കഥാപാത്രങ്ങളിലൂടെയാണ്. ആവാസവ്യൂഹം അതിനൊരു നീഷുണ്ട്. ആ നീഷിലേക്ക് ഭയങ്കരമായിട്ട് എത്തുകയും അവിടെ ആ സിനിമ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയും അത് കാരണം എനിക്ക് വേറെ കഥാപാത്രങ്ങൾ എനിക്കൊന്ന് ഞാനിപ്പം ഈ കൊണ്ടലിലെ ക്യാരക്ടർ എന്നെ വിളിച്ചത് ആവാസവ്യൂഹം കണ്ടിട്ടാണ്. അപ്പം
നമ്മൾ ഒരു ബോഡി ഓഫ് വർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ ഏത് കണ്ടിട്ട് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ദൈവം സഹായിച്ച് അടുത്തടുത്ത് ഇപ്പം വലിയ തെറ്റില്ലാണ്ട് പടങ്ങൾ വരുന്നുണ്ട്. അത് വളരെ ഓരോ കഥാപാത്രത്തിലും ആവാസവ്യൂഹം ശരിക്കും പറഞ്ഞാല് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ശരീരത്തെയും എല്ലാം മെയ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ചെയ്ത ഒരു കഥാപാത്രം തന്നെ പറയാൻ പറ്റില്ല. അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സംവിധായകൻ എന്നെ ഉപയോഗിച്ച രീതിയാണ്. ഇപ്പോൾ അതിനു മുമ്പ് ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, വൃത്താകൃതിയിലുള്ള ചതുരം എന്ന് പറയും. എനിക്ക് ഇനി എത്ര സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അതാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നിച്ചൊരു ക്യാരക്ടർ ഞാൻ അതിനായിട്ട് ആക്ടിങ് ട്രെയിനിങ് എടുത്തു. ആ സിനിമ IFFK ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. ടി വി ചന്ദ്രൻ സാറ്, ഇപ്പം കൃഷ്ണാന്തേട്ടനും ഞാനും കൂടെ ഡിന്നർ കഴിഞ്ഞിട്ട് ടി വി ചന്ദ്രൻ സാർ കൃഷ്ണാന്തേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത് നിൽക്കുന്നു, പുള്ളി എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം ഞാൻ കുറേ നേരം എന്നിട്ട് അവസാനം കൃഷ്ണാന്തേട്ടൻ എൻ്റെ അവസ്ഥ കണ്ടിട്ട് സാർ ഇതാണ് രാഹുൽ, പുള്ളിയാണ് ആ ക്യാരക്ടർ ചെയ്തെന്ന് പറഞ്ഞു. പുള്ളി കുറച്ച് തന്നെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട്, ഇവിടെ ഞാൻ വിചാരിച്ച് അതേ കണക്കുള്ള ഏതോ ഒരുത്തനെ പിടിച്ചോണ്ട് അഭിനയിപ്പിച്ച്, അല്ലെങ്കിൽ സംവിധായകൻ തന്നെ അഭിനയിച്ചതെന്ന് വിചാരിച്ചു. നിന്നെ മനസ്സിലായത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അംഗീകാരമാണ്. അപ്പം ഇന്നും ഞാൻ അതിനുശേഷം ഒരുപാട് ആളുകൾ പലരും നല്ലത് പറഞ്ഞിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇവന്റ് എൻ്റെ മനസ്സിൽ ഫ്രെയിം ടു ഫ്രെയിം അതേ കണക്ക് എനിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കഥാപാത്രം, അതിനായിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് ഒരുപാട് കാലം കൊണ്ട് എടുത്തതുമാണ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ നമ്മളിപ്പം ഒരു ക്യാരക്ടർ, നമുക്കൊരു കഥാപാത്രം കിട്ടി, ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം ഒന്ന് തീരുമാനിക്കുമല്ലോ. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ചെന്നൊരു ആ വള്ളത്തിലുള്ളൊരു ഷോട്ട് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷോട്ടിന് മുമ്പ് ഒന്ന് റിലാക്സ് ആവാനായിട്ട് എന്തൊക്കെയൊക്കെ ചെയ്തു, ആക്ഷൻ പറഞ്ഞു, എടുത്തു കഴിഞ്ഞിട്ട് കൃഷ്ണാന്തൻ ഓക്കെ എന്ന് പറഞ്ഞു. ഈ ഓക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാം ഇത് ഓക്കെ അല്ല എന്നുള്ളത്. കാരണം കുറേ നാളായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് പുള്ളിയെടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമതൊരു വള്ളത്തിൽ മറ്റേ പുള്ളി സകല പണിയും പുള്ളി ചെയ്യുന്നത് കൊണ്ട് പുള്ളിയെടുത്ത് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ DOP എടുത്ത് വെച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഞാൻ ഈ ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് റിഹേഴ്സ് ചെയ്ത സാധനം ചുമ്മാ എന്നെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിയിലൊന്ന് ചെയ്തു. പുള്ളി ഓക്കെ. പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു പണിയെടുത്തില്ല. അതിനെ ഒരു കൊച്ചുകുട്ടി, കാരണം അയാൾക്ക് അത്രയും ബുദ്ധിയേ ഉള്ളൂ, ഒരു കൊച്ചുകുട്ടി ആ സിറ്റുവേഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യൂ, ആ അപ്രോച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു മനുഷ്യൻ തവളയായി മാറുന്ന ഒരു പരിണാമത്തിലേക്ക്. അപ്പം ഇയാൾക്ക് മനുഷ്യന്റെ കള്ളത്തരങ്ങളോ മറ്റേ ഒരു സിറ്റുവേഷനിൽ ചിന്തിച്ച് പെരുമാറണമെന്ന് ഇയാൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാനതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് അവസാനം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡിൽ ലാസ്റ്റ് റൗണ്ടിൽ വരെ പരിഗണിച്ചിരുന്നു എന്ന് പത്രത്തിൽ വായിച്ചിട്ടാണ് അറിഞ്ഞത്. ഞാനാലോചിക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ പണി അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്, അതാരും കണ്ടിട്ടില്ല. അപ്പം എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പക്ഷേ അതിനകത്ത് ഫിസിക്കൽ എഫേർട്ട് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ സത്യം പറഞ്ഞ ഒരു എഫേർട്ട് വിട്ടിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 24 മണിക്കൂറൊക്കെ വെള്ളം കുടിക്കാണ്ടിരുന്നു. അത് ആ ക്ലൈമാക്സ് ചെയ്തപ്പോഴാണ് ആ ഈ മറ്റേ അതിനകത്ത് കയ്യിലും കാലിലും ഒക്കെ പ്രോസ്റ്ററ്റിക് മേക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ആ ഫുൾ സീക്വൻസ് 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം എന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ഈ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പറ്റില്ല. അപ്പം മൂത്രം ഒഴിക്കാണ്ടിരിക്കണമെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് കീറി രണ്ടാമത് ഇടാൻ പറ്റില്ല. ഇത് പിന്നെ ഉണ്ടാക്കാനുള്ള ബഡ്ജറ്റ് നമുക്കില്ല. കാരണം ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യുന്നതിൻ്റെ ഗുണവും ദോഷവും അത് തന്നെയാണ്. ഗുണം നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് ഏത് ലിമിറ്റ് വരെ നമ്മളെ പുഷ് ചെയ്യാം. മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ പുഷ് ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ പ്രൊഡക്ഷനിൽ വരുമ്പോൾ നമുക്ക് അങ്ങനൊന്നും പറ്റില്ല. അപ്പം അത് സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. കാരണം അന്ന് ഇച്ചിരി വെള്ളം കുടിക്കായിരുന്നു കഴിഞ്ഞാൽ ചത്തൊന്നും പോലില്ലോ, അങ്ങനെ ചിന്തിക്കാറില്ല. പ്രമോദേട്ടന്റെ കേസിൽ വെള്ളം കുടിച്ച് ആർക്കറിയാം, അത് ആർക്കറിയാം. വെള്ളം കുടിച്ച് അത് ഇടപാടൊന്നും വേറെ. ഞാനും ഒരു അത് ശരിക്കും ആ സീക്വൻസില് വെള്ളം രാവിലെ തലേദിവസം പറഞ്ഞു നാളെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു ചെറുനാരങ്ങ പിടിച്ചിട്ടുണ്ട്. ചെറിയ കഴിയില്ല ഇങ്ങനെ വേറെ മാരകമല്ല, അത്രേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ഈ എന്നോട് തലേദിവസം പറഞ്ഞു ഇന്ന് ആ സീന എടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ചായ കടഞ്ഞ എനിക്കറിയാം റീടേക്കുള്ളവരില്ല. ആ സ്ഥലവും ഷൂട്ട് ചെയ്ത സ്ഥലവും ഇച്ചിരി പ്രശ്നമുള്ള ഭയങ്കര പാറമടയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ അവന് ക്യാമറ വെക്കാനും ജിബയിലൊക്കെ വെക്കാൻ സമയം എടുക്കുമെന്നറിയാം. അപ്പോൾ അങ്ങനെ കുടിക്കുക എനിക്കൊരു 4 തവണ ഞാൻ മൂത്രം ഒഴിക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പല ആംഗിളിൽ എടുക്കുന്നുണ്ടേ. അത് ഒരു ഭക്ഷണവും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. ഞാൻ ഒറ്റ സീൻ വായിച്ചപ്പോൾ ചെറിയ 2 പേജിനകത്തുള്ള സീൻ തീരുമല്ലോ വിചാരിച്ച് 12:30 1 മണിയായി തീരുമ്പോൾ. അപ്പോഴാണ് അവൻ്റെ ഭക്ഷണവും കഴിക്കുന്നത്, വെള്ളവും കുടിക്കുന്നത്. അങ്ങനെ പിന്നെ വെള്ളം കുടിച്ചുകൊണ്ട് ഇരുന്ന് കുടിക്കുക, മൂത്രം ഒഴിക്കുക. ഒറ്റ ടേക്കിനാണ് ഇത്രയും വലിയ വലിപ്പമുള്ള ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം അറിയോ? വലിയ ഗ്ലാസ് അല്ലല്ല, മറ്റേ പഴയ നാരങ്ങ. അതെ, അതിനകത്ത് 6 ഗ്ലാസ് ഫുള്ള് ഞാൻ കുടിച്ചു നോക്കും ഓരോ ടേക്കിന്. ഡയറക്ടർ ഇവിടെ നിന്നൊരു അത് ഫുള്ളേ എടുക്കുള്ളൂ, 2 ക്യാം കട്ട് പോണില്ല, ഫുള്ള് അങ്ങനെയാ. ഡയലോഗ്സ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ട്. ഏതാ പടം? തൊബാമ.
അവിടെ നിന്ന് ഇവിടെ അങ്ങ് ഉള്ളിൽ അപ്പം ഈ വണ്ടികൾ ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ട് കിട്ടത്തില്ല. മറ്റേ ലോട്ടറി കച്ചവടക്കാരൻ. അതെ 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 മനസ്സിലായി. അതിനകത്തൊരു സീനുണ്ട്, ഒരു കടയുടെ മുമ്പിൽ നിന്ന് നാരങ്ങാവെള്ളം കുടിക്കും. മനസ്സിലായി. അതവിടെ വെക്കാത്തോണ്ട് ഈ ഒറ്റ ക്യാമറ മാത്രം 4 ആംഗിളിൽ വെച്ചപ്പോഴത്തേന് 6 ഗ്ലാസ് വെള്ളം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ എഫേർട്ടിനെ കുറിച്ച് കേൾക്കാനും കൂടിയാണ്. കാരണം ചെറിയ ബഡ്ജറ്റിൽ വെച്ച് അരുണ് ഇത് ഒരു സിനിമ ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടെ വെച്ചാണ് ഞങ്ങൾക്ക് പറയുന്നത്. ചേട്ടാ, ഈ നൻപകൽ നേരത്തെ മയക്കം ഇപ്പോൾ ഈ ദേശീയ അവാർഡൊക്കെ വരുമ്പോൾ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒന്നായിരുന്നു. നൻപകൽ നേരത്തെ മയക്കത്തിന് കിട്ടുമായിരിക്കും എന്നുള്ളത് ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചിരുന്നു. ചേട്ടന് പ്രതീക്ഷ വെച്ചിരുന്നു. കാരണം നൻപകൽ നേരത്തെ മയക്കം എന്നുള്ള സിനിമ നമ്മളെ സംബന്ധിച്ച് മമ്മൂക്ക എന്നൊരു നടനെ നമ്മൾ ഇത്രയും പകർന്നാടിയിട്ട് നമ്മൾ വളരെ ആഘോഷമാക്കിയ ഒന്നുകൂടിയായിരുന്നല്ലോ നൻപകൽ നേരത്തെ മയക്കം. എനിക്ക് തോന്നുന്നു അത് നേരിൽ കണ്ട ആൾ കൂടിയാണ് ചേട്ടൻ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പ്രതിഭ, അത് നമുക്ക് നേരിട്ടൊക്കെ അനുഭവിക്കാനായിട്ട് അത് തീർച്ചയായിട്ടും ആണ്. പിന്നെ നമ്മൾക്ക് ഇതിനകത്തൊക്കെ എന്തൊക്കെ പ്രതീക്ഷ വയ്ക്കാൻ, എവിടെ പോവാൻ. അല്ലേ, എൻ്റെ ഒരു മമ്മൂക്ക എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ദേശീയ അവാർഡ് ഇനിയും കൊടുത്തിട്ട് പുള്ളി ഇനിയും നടന്നാൽ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. അത് കിട്ടാത്തതുകൊണ്ട് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ ശരിക്കും പറഞ്ഞ അറിഞ്ഞിട്ട് പോലും കാണില്ല ഇങ്ങനെയുള്ള കേസൊന്നും. സുജാത മാഷിന്റെ ഒരിക്കൽ ഒരു നാടകത്തിന്റെ ജൂറി, ഇത് എനിക്കറിയാവുന്നൊരു കഥയാണ്. അപ്പൊ അവര് പറഞ്ഞു ആ വർഷം അവര് തീരുമാനിച്ചു കുറെ കാലമായിട്ട് ആർട്ടിസ്റ്റ് സുജാതൻ രംഗപടത്തിന് മേടിച്ചോണ്ടിരിക്കുക, പുള്ളി അങ്ങ് മാറ്റി പുതിയ ആൾക്കാർ. അപ്പൊ അവരിങ്ങനെ നോക്കി പുതിയ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നല്ല സെറ്റ്, കുഴപ്പമില്ലാത്ത സെറ്റ് ഇന്നതിൻ്റെയാണ്. അപ്പൊ അതിന്റെ ആരാണെന്ന് നോക്കിയാൽ അത് ആർട്ടിസ്റ്റ് സുജാതൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മറ്റേതിന്റെ ഒരു വലിയ കുഴപ്പമില്ല, അത് കൊടുക്കാന്ന് വെച്ചു. അത് ആർട്ടിസ്റ്റ് സുജാതൻ. അവസാനം ജൂറി തീരുമാനിച്ചു ആർട്ടിസ്റ്റ് സുജാതനെ തന്നെ കൊടുക്കാം ആ വർഷം എന്നതുപോലെ. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, അവർക്ക് അവരുടെ വേഷങ്ങൾ അവിടെ ഏറ്റവും അതിനകത്ത് പെയിൻഫുള്ളായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ, ഞാൻ നേരിട്ട് കണ്ടതാണ് നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ നൈറ്റ് സീൻ. ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്തു, അത് രണ്ടാമത് റീഷൂട്ട് ചെയ്തു. പിന്നെ അടുത്ത ദിവസം അതിൻ്റെ ബാലൻസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നൈറ്റ് ഒരു ലെങ്തി സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം അത്രയും, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയാൻ അതിനകത്ത് ഈ പ്രോമിറ്റിങ് അങ്ങനെയുള്ള പരിപാടിയൊന്നും സിങ് സൗണ്ടാണ്. അത്രയും ലെങ്തി ഡയലോഗൊക്കെ പഠിച്ചിട്ടേ അതൊക്കെ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ലെങ്തി എന്ന് പറഞ്ഞാൽ ചിത്തിരിമണി ലെങ്തി അല്ല, ഇങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് അത് മമ്മൂക്ക തന്നെയാണ് ആ കോറിയോഗ്രാഫി ചെയ്തതും. കാരണം അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ മമ്മൂക്ക പ്രതീക്ഷിക്കുന്നു, അതൊക്കെ തമാശയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഞാൻ ടർബോയിൽ കൂടെ വർക്ക് ചെയ്യുന്നത്. അനു മധുരാജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊരു ചെറിയ ക്യാരക്ടറാണ്. ടർബോയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 സിനിമകളാണത്. അപ്പം അതിൽ ഭയങ്കര നമ്മുടെത്തൊക്കെ തമാശയൊക്കെ പറയാൻ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു വർക്കിംഗ് സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് പോസ്റ്റ് കോവിഡ് മമ്മൂക്ക ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പം എന്നെ പോലൊരാൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം എനിക്ക് നൻപകലിലെ ഗംഭീര പ്രകടനം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഭ്രമയുഗമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂക്ക. ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് കാണുന്നൊരു മനുഷ്യനെ ഇതുവരെ കാണാത്തൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചില്ലറ പരിപാടിയല്ല. നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള നമുക്ക് അതിനകത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടലാന്നേ, കോരി പോയാലും തീരത്തില്ല. അതിനിടയ്ക്ക് അവാർഡും കൂടെ കൊടുക്കും. അത് ഈ ജനറേഷനെ ഇൻസ്പയർ ചെയ്യുന്നൊരു രീതി. ഫൈറ്റിനിടയിൽ മമ്മൂക്കിക്ക് അപകടം പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻട്രോ ഫൈറ്റ് ആണ്. അതിന് മുമ്പ് ഒരു 10 ദിവസം ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇൻട്രോ ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതും ഓവർനൈറ്റ് നിൽക്കണം. നമുക്ക് ചുമ്മാ കണ്ടുകൊണ്ടെന്താ മതി, നമുക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പ്രായത്തിൽ പുള്ളി ഇത് ചെയ്യുന്നത് ആ സ്പിരിറ്റാണ്. എൻ്റെയൊക്കെ പ്രാർത്ഥന അത്രേ ഉള്ളൂ. ആ ഒരു പ്രായം വരെയൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ
അത്രയും സ്പിരിറ്റോടുകൂടി നിൽക്കാൻ പറ്റണേ എന്നുള്ളത്. കാരണം പുള്ളിക്ക് സിനിമ ഇവിടെയൊക്കെ ഭയങ്കര അവരൊക്കെ ഉള്ള മേഖല നമുക്ക് അറ്റത്താളിൽ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ വലിയ കാര്യമല്ലേ. അല്ല, നൻപകൽ നേരത്ത് പ്രതീക്ഷയുണ്ട്, അതിനകത്ത് അഭിനയിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഹാപ്പിനെസ് ആണ്. ചേട്ടനാണെങ്കിൽ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ചാർലിയില് ഫൈറ്റ് ഒക്കെ ചെയ്തു. ഫൈറ്റ്. അതൊക്കെ ഉണ്ട്. അത് പ്രമോദറിനോട് ചോദ്യം കൂടി ചോദിക്കാണ്. അത് പ്രമോദറിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും വരുന്നത് ടൊവിനോയുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ്. അതൊരു ഗൃഹപ്രവേശന സമയത്ത് ടൊവിനോ പറഞ്ഞ ഡേറ്റിലായിരുന്നു അത് നടത്തിയിരുന്നത്. എന്തുകൊണ്ടായിരുന്നു ടൊവിനോ പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് നടത്തണം? അല്ല, അതിൻ്റെ എനിക്കൊരു അത് പറഞ്ഞാൽ കുറച്ച് പഴയത് പറഞ്ഞ് കണ്ടുവരും. എനിക്ക് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ വീടിനോട് ചേർന്ന് ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു 50 അടി 100 അടി മാക്സിമം നടന്നാൽ ഒരു സ്കൂളുണ്ട്. ഒരു LP സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ കൊല്ലം GK പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് നാടകം കളിക്കുക. അപ്പോൾ എൻ്റെ ക്ലബിൻ്റെ 25 വർഷം മുമ്പാണ്, അല്ല സോറി 25-26 വർഷം മുമ്പുള്ള. അപ്പം എനിക്ക് അന്ന് നമുക്ക് ഇപ്പം പറയാൻ പറഞ്ഞ ദാരിദ്ര്യം പറയാമെന്ന് പറയും. അന്ന് വീടൊന്നുമില്ല, ചെറിയൊരു നമുക്ക് ഒരാൾ വന്നാൽ ഇരിക്കാനൊരു കസേര കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയട്ടെ, അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട്, ദൈവത്തോർത്ത് എൻ്റെ വീട് ഇത്ര അടുത്താന്ന് പറയരുത്. ഒരു വർഷം ഞങ്ങൾ ഒന്നിച്ച് നാടകം കളിക്കുന്നവരാണ്. ഞാനതൊരു വേറെ നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ടാണ് ഇരുത്തിയത്. അപ്പോൾ ഞാൻ അഥവാ ആരെങ്കിലും ചോദിക്കുക, സാറേ പ്രമോദിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല ചോദിച്ചാൽ അതൊരു പ്രയാസമായി തോന്നും. നാടകത്തിന് ആരെയും കൊണ്ടുപോയില്ല ഞാൻ അങ്ങോട്ട്. അപ്പോൾ എൻ്റെ ഒരു പരിതാപ കണ്ണുകൂടി കാണും. അല്ല, അന്നത്തെ തെറ്റിദ്ധാരണ കേട്ടോ. ഇന്നാണ് ഞാൻ ധൈര്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മളെ അങ്ങനെ കാണുമോ ഇങ്ങനെ കാണുമോ എന്നുള്ളൊക്കെ ഒരു ചിന്ത ചെറിയ മനസ്സിൽ തോന്നിയതാണ്. അങ്ങനെ നാടകം കഴിഞ്ഞിട്ട് നാടകത്തിന് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ ചോദിച്ചു, സാറേ വീട്ടിലോട്ട് പോകും. നമുക്ക് പോകാം. ഞാൻ പറഞ്ഞ സാറേ ഈ അടയ്ക്കാമരത്തിൻ്റെ പാലമൊക്കെ ഉണ്ട്, ഒന്നുമില്ല. ഞാൻ ചുമ്മാ പാലമുണ്ട്, പാലമൊക്കെ ഉണ്ട്. ഞാൻ ഇല്ല, അത് ശരിയാത്തില്ല പ്രമോദേ, വീട്ടിൽ നിന്ന് എല്ലാവരും വരും. ഞാൻ പറയാം മതിയല്ലോ, കണ്ടാൽ മതിയല്ലോ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് വരുന്നില്ല എന്ന്. അതെനിക്ക് വല്ലാത്ത വേദനയായിരുന്നു മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ നാടകം കളിച്ച് മോശമല്ലാത്ത ഒരു ചെറിയ വീട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സിനിമയിലേക്ക് വന്നു. സിനിമ വീട് വെച്ചപ്പോൾ ഞാനിങ്ങനെ എല്ലാം കൂടെ ഇരിക്കുന്ന സമയത്ത് രണ്ടത്തിൻ്റെ ലൊക്കേഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കളയാണ് എനിക്ക് ഒരു സിനിമാ ജീവിതം തന്നത്. അതിന് മുമ്പ് എന്നിട്ട് കുറേ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും ശ്രദ്ധിച്ച് നോക്കണമുണ്ട്, എന്നാലേ കാണത്തുള്ളൂ എന്ത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് കളയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ മുതലേ ഞങ്ങൾ വല്ലാത്തൊരു സൗഹൃദം, എന്തോ ഒരു നമ്മളൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഇങ്ങനെ അന്വേഷണ ഘട്ടത്തിന് എനിക്ക് ഞാൻ പറഞ്ഞു, ബ്രോ എന്നെക്കാട്ടി ഒരുപാട് ഇളയതാണ് നിൽക്കുന്നത്, എന്നാലും ഞാൻ എനിക്ക് ടൊവി എന്ന് വിളിക്കാൻ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്. ആശാനെ ഞാൻ ആദ്യം ഇപ്പം ചേട്ടാന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ബ്രോ എൻ്റെ വീട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പണിത് റെഡിയാക്കിയിട്ടുണ്ട്, ഒന്ന് വരുമോ എൻ്റെ വീട്ടിലോട്ട്, എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ എന്നത്തേക്കാണ് ഞാൻ പറയും, ബ്രോ എന്ന് പറയുന്നത് അന്ന് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ മാനേജർ പയ്യനോട് വിളിച്ച് വെച്ച് ഇങ്ങനെ പ്രൊമോട്ട്. അപ്പോൾ ഒരു 17 അല്ല പുള്ളി 19 പുള്ളി പുറത്ത് പോയിട്ട് 16-ാം തീയതി വരും. 19-ാം തീയതി ഞാൻ ഫ്രീ ആണ്, നമുക്ക് 19 ഓക്കെയാണ്. ഓക്കെ വരാം ചേട്ടാ, ഉറപ്പാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ആരോടും ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. സത്യമാണ്, ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. ഇത് കേൾക്കുന്ന ഇതിനകത്ത് രസങ്ങളൊക്കെ ബാക്കിയാ. ഇതാണ് ഞാൻ അറിയാതെ അടികൊള്ളുന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയോടും അമ്മയോടും മകനോടും മാത്രമേ പറയത്തുള്ളൂ, വേറെ അവരോടൊന്നും പറയിക്കാറേ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യയോടും അമ്മയോടും മകനോടും പറഞ്ഞ സത്യമാണ്. മോൻ പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ അറിയുമല്ലോ. അങ്ങനെ അറിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ നമുക്കൊരു ഫ്ലക്സ് ഒക്കെ അടിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത പണി കാണിക്കില്ല. കാരണം എൻ്റെ ഒരു വിഷയം പുള്ളിക്ക് മാറ്റി വെക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ദിവസം വന്നോളാന്ന് പറഞ്ഞാൽ തീർന്നു. ആ ഫ്ലക്സ് അവിടെ ജീവിതകാലം മുഴുവൻ ഞാൻ ഞാൻ വേണ്ടിയില്ല. എൻ്റെ ദൈവമായ എവിടുന്നാണെന്നറിയില്ല 60 ക്യാമറമാര് ജനം വന്നുകൊണ്ട് തിങ്ങിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ ഒന്ന് പിന്നെ ഞാൻ കൊടുത്ത് ചെണ്ടമേളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അഥവാ വന്നാൽ 9 രാവിലെ ഒരു 8:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞ പുള്ളി 10:30 വന്നപ്പോൾ 8:30 എന്നെ വിളിച്ചു അവിടെ ചെറുതായിട്ട് താമസിക്കും, ഞങ്ങൾ എത്തിക്കൊടുക്കുക ഉറപ്പാണ്. അപ്പോൾ ആ ടൊബിയെ പോലെ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുപോകാതിരുന്നാല അപ്പോൾ അത് നാടറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് ചെണ്ടമേളം വെച്ചു. മറ്റേ അന്നത്തെ ചെറിയ പാലത്തിനോട് ഇപ്പൊ കുറച്ചും കൂടെ വലിയ ജനമെന്ന് പറയും ഇവരൊക്കെ. ഞാൻ ഒരു വിഷയം പോകാന്ന് പറഞ്ഞു വന്ന് കയറിയിട്ട് ഞാൻ ടൊവിയുടെ ഒരു കയ്യിൽ, വൈഫ് ഒരു കയ്യിൽ. കുറച്ചു നേരം കഴിഞ്ഞ് മുന്നോട്ട് നടക്കാൻ മേല. ഞാൻ പറഞ്ഞു 100 മീറ്റർ ഇല്ല, 100 അല്ല ഞാൻ ചോദിച്ചു അതിനുള്ള നേരമില്ലെന്ന്. അതിന് വേറെ ആണല്ലോ അവരുടെ ജനം മൊത്തം വന്ന് റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട്. എന്നിട്ട് ഞാൻ ഒരു കയ്യിൽ ടൊവിയുടെ കയ്യിൽ വൈഫ് പിടിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ പറഞ്ഞു കയ്യിൽ നിന്ന് പോയി, ഇനി പോകുന്നിടത്തോട്ട് പോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് എൻ്റെ മുറിക്കകത്ത് കയറ്റി ഞാൻ കഥ കടച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഥ കയറ്റി തട്ടുക, ഞാനാ പ്രമോദം തുറക്കാമെന്ന് പറയുന്നത്. അതുപോലെ ആളിങ്ങനെ കയറി വരും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് മോനുണ്ടായപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അതിനെക്കാട്ടിൽ ഭയങ്കരമായി സന്തോഷവും. എനിക്കൊരു അഡ്രസ്സ് തന്നു. ഞാൻ ഇപ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ ഇപ്പം തന്നെ ആലും ചോദിച്ചില്ല, 1.5 വർഷം കഴിഞ്ഞേ ഇപ്പോഴത് ചോദിക്കുന്നു എന്ന് പറഞ്ഞതില്ല. അപ്പം അതൊരു
ജീവിതത്തിലെ ഏറ്റവും വലിയ ടോവിയെ പോലെ ഒരാൾ നമ്മുടെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു വീട്ടിലെടുത്തായിരുന്നു പുതിയ പടത്തിൻ്റെ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് വന്ന്. അപ്പോൾ എന്തോ ഒരു ആത്മബന്ധം, അതുകൊണ്ട് പുള്ളി അങ്ങനെയാണ്. പക്ഷേ ശരിക്കും 17-ാം തീയതി ഞാൻ പാല് കാച്ചായിരുന്നു. 17-ആണ് അതിൻ്റെ നമ്മൾ ഈ എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വളരെ കുറവാണെങ്കിലും നമ്മൾ ഒരു കുടുംബസ്ഥനായതുകൊണ്ട് അമ്മയ്ക്കും അല്ലെന്നാ അമ്മയും വൈഫും മറ്റു ബന്ധുക്കളല്ലേ ഇവർക്കിങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് അത് ഇത് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒരു സാധനങ്ങളില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനൊരു കുടുംബസ്ഥനായതുകൊണ്ട് ഇവരുടെ ചില ഇഷ്ടങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ഒരാളായിട്ട് പോകും, അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 17-ാം തീയതി ഒരു നല്ല ദിവസം തോന്നി. 17-ാം തീയതി കത്തിച്ചു. 18-ാം തീയതി 17-ഉം 18-ഉമായിട്ട് ബന്ധുമിത്രാദികളും എല്ലാം 3 ദിവസത്തെ പരിപാടി അത് വെച്ചാണ്. അത് എന്തിനാണ് നമുക്ക് എപ്പോഴും ഒന്നും ഉണ്ടാക്കാനൊക്കെ ഒന്നുമല്ലോ, അത് പോട്ടെ സന്തോഷം. ഇതിനൊക്കെ വന്ന് തളർത്തില്ലേ നമ്മള് നമ്മളൊക്കെ വിളിച്ചപ്പോഴേ പ്രമോദ് അങ്ങോട്ടേക്ക് ലൊക്കേഷൻ ഇട്ട് അവർക്ക് ആ ലൊക്കേഷൻ ഇട്ട് കൊടുത്താ പിന്നെ വിളി ഭക്ഷണത്തിലാ. നമ്മളൊക്കെ അങ്ങനെ അവിടെ ചെല്ലുമ്പോ ഞാനും സെന്തില് സുധീക് അവിടെ ചെല്ലുമ്പം ഷാജോണുണ്ട്. നിങ്ങൾ പോന്ന് കുറച്ച് നേരം. അല്ല അതിന്റെ രസം ഞാൻ ഒരാളെ എനിക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായ സ്ഥലത്തോട്ട് 19 നടന്മാരായിട്ട് പിന്നെ നടിമാരും അങ്ങനെയുള്ളവർ, പിന്നെ നാടക പ്രവർത്തകർ, വള്ളംകളിക്കാർ, എൻ്റെ നാട്ടില് ഒരു നാടുണ്ടായിരുന്നു അവിടെ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമല്ലേ. അതാണ് ഭയങ്കര റോഡൊക്കെ നോക്കാൻ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം റൂട്ടിൽ മുഴുവനും ഈ ടൊവിനോ വന്നോ ഇല്ലയൊന്നും നമുക്ക് മുഴുവനും ഞാൻ നമ്മൾ അറിയുന്നില്ല ആരൊക്കെ വന്നിട്ട്. ഞാൻ പറയടേ ഇവൻ മൊത്തത്തിലങ്ങ് ഒരു കുന്തളിപ്പ് നടത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ അറിയാം ടൊവിനോ വന്നതിന്റെ ഇതാണ്. അപ്പൊ ഞാൻ ആനയൊക്കെ ഇല്ലായിരുന്നു. നമ്മൾ പ്രത്യേകത തന്നെ ഈ ചെണ്ടമേളം 20 പേരുടെ ചെണ്ട, എൻ്റെ അനിയന്മാരൊക്കെ സഹോദരങ്ങൾ എല്ലാം വാദ്യോപകരണക്കാർ. നമ്മുടെ ഇന്നോലൊരു കാര്യമുണ്ടത്, അണ്ണന്മാരുടെ ഞങ്ങളവിടെ ഓരോ തുറത്ത് കനൽ ബാൻഡിന്റെ നാടൻപാട്ടായിരുന്നു. ഇതൊന്നും 1 രൂപ കൊടുത്ത് ചെയ്തതല്ല, എന്നോടുള്ള പ്രമോദം എന്നുള്ള ഒരു ഇഷ്ടത്തിന് പുറത്ത് വന്നവരാണ്. ഞങ്ങൾ വന്ന സമയത്ത് ചെണ്ടയും ഗാനമേളയും എല്ലാം കൊടുത്തത്. നീ ഞങ്ങൾക്കൊരു താലപ്പൊലിയെങ്കിലും ആക്കി പാടില്ലേ? ഞാനൊക്കെ അവിടെ വന്ന് ഇവിടെ പ്രമോദിന്റെ വീട് എവിടെയാ, ഇങ്ങനെ പോയിട്ട് ഇതോ അതിലൂടെ അങ്ങോട്ട് പറയുന്ന രീതി വേറെ. തെക്കോട്ട് വടക്കോട്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ മുഴുവൻ ആ പ്രദേശം മുഴുവനും ഈ മറ്റേ കാള കയറി മേഞ്ഞതുപോലെ. ആ നാട്ടില് മൊത്തം ഈ താഴെ മൊത്തം ഈ ഭയങ്കര ഭംഗിയുള്ളൊരു നാടാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. നമുക്കൊരു താലപ്പൊലി പോലും ഇല്ല. ശരിക്കും സമയം അതിക്രമിച്ചു എന്നാണ് അടുത്ത വീട് അപ്പോൾ ചുരുളിന് എല്ലാ ആശംസകളും നേരുകയാണ്. കാരണം സമയം അതിക്രമിച്ചു എന്നാണ് പറയുന്നത്. വളരെ സന്തോഷം. എന്താ പറയുക, ചുരുള് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഉള്ള തിയേറ്ററിൽ കുറച്ച് തിയേറ്ററുകളും വലിയ അറിയാമല്ലോ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും മോശമല്ലാത്ത കഥാപാത്രങ്ങളുണ്ട്. ഒരു വലിയ വിഷയത്തെ ലഘൂകരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും നോക്കാത്ത, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, എന്നാൽ ചില സത്യങ്ങൾ തുറന്ന് പറയണമല്ലോ. കാലത്തിൻ്റെ ഒരു നീതിയാണ്. നമ്മളിങ്ങനെ പറയാനും കുറച്ച് പേര് വേണമല്ലോ. നമ്മളിവിടെ വരുന്ന നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പും ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ അനീതിക്കെതിരെ വിരൽ ചൂണ്ടുകയൊക്കെ ഇത് നമുക്കൊരു എന്തെങ്കിലും കുറേ കാലം കഴിഞ്ഞ് സിനിമയുടെ ഒരു ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഈ ചുരുൾ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ പറയണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ അദ്ദേഹം അരുണിൻ്റെ. അപ്പം അരുണിൻ്റെ ഒത്തിരി കാലത്ത് എൻ്റെ ആ സ്വപ്നം ഭയങ്കര. ഞാൻ വിളിക്കുമ്പോൾ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ടോ? അരുണോട് സംസാരിച്ചിട്ടുണ്ടോ? ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കളിയല്ല പ്രമോട്ടാ അയ്യോ അതങ്ങനെ. പക്ഷേ സിനിമയിൽ പുള്ളിക്ക് ചെയ്യാവുന്ന കോംപ്രമൈസ് ഞങ്ങൾ മുമ്പ് പറയുന്നത്, എഴുതിയ തിരക്കഥ ആണെങ്കിൽ ഈ പറഞ്ഞ ബഡ്ജറ്റ് നിൽക്കുകയില്ല, അല്ലെങ്കിൽ അതുപോലെ. അപ്പോൾ എങ്കിലും അതിനെ എത്രത്തോളം ഭംഗിയായിട്ട് ആ കൊടുത്ത പൈസയിൽ അല്ലെങ്കിൽ ആ കൊടുത്ത ഇതിനകത്ത് എങ്ങനെ ഒരു മനോഹരമായൊരു സിനിമ ഉണ്ടാക്കിയെടുക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് ഈ സിനിമ പറയുന്ന രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന ശരിയെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കൈയടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കാം, അല്ലേ? പറയാം, തീർച്ചയായും അങ്ങനെ. അതാണ് എനിക്ക് വേറൊരു രീതിയിലാണ് ഇത് പറയുന്നത്. ഈ സിനിമ മനുഷ്യർ കാണുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ പ്രോജക്റ്റിൻ്റെ വിജയമാണ്, പുതിയൊരു തലമുറയെ. കാരണം ഈ പ്രോജക്റ്റ് വിജയിക്കുമ്പോഴാണ് അതിൻ്റെ എഫേർട്ട് ഇവർ ചെയ്യുന്നുണ്ട്. കണ്ട് ആളുകൾ കാണുമ്പോഴാണ് ഈ പ്രോജക്റ്റ് വിജയിക്കപ്പെടുന്നത്. ഇനിയും എന്നാൽ മാത്രമേ പുതിയ തലമുറയിലുള്ള സംവിധായകരായിട്ടുള്ള ആളുകൾ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ മുമ്പോട്ട് വരും. എനിക്കൊന്ന് ഇങ്ങനെയുള്ള സിനിമകൾ തമിഴിൽ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി.
ഇല്ലേ തമിഴിൽ ഇങ്ങനെയുള്ള ജാതി പക്ഷെ ഇവിടെ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതിനൊരു തുടക്കമാകട്ടെ പറയുന്നുണ്ടാവും, പക്ഷെ പറയുന്നതിന് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വേണ്ട ഉച്ചത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു പക്ഷത്തിന്റെ സിനിമയല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ സിനിമയല്ല. പക്ഷേ ഇത് എല്ലാവരും കണ്ടിരുന്ന, നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ചാനലുകൾ വെക്കുമ്പോഴും അല്ലെ നമ്മൾ കാണുന്ന എല്ലാ ഇടങ്ങളിലും ഉള്ളൊരു വിഷയത്തെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി അത് പറയാവുന്ന രീതിയിൽ, മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വൃത്തിയായി ഇതിനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്, ഇതൊരു SC/ST സിനിമയല്ല, ഇതൊരു കമ്മ്യൂണിസ്റ്റ് സിനിമയല്ല, അല്ല പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സിനിമയാണ്, അതിനെ ആ രീതിയിൽ മാത്രം നിങ്ങൾ കാണുക. അപ്പം ഇത് അതിൻ്റെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗം മാത്രമാണ്, അല്ലാതെ അങ്ങനെ ഒരിക്കലും കണ്ട് അത് അങ്ങനെ പറയരുത്. അത് ഒരിക്കലും അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു സിനിമ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവും, ഉണ്ടായി കഴിഞ്ഞാൽ അത് സിനിമയായിട്ട് മാത്രം അങ്ങനെ കാണണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരാകുന്ന രീതിയിൽ എല്ലാ തിയേറ്ററിൽ പോയി കാണുക, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുക. ഈ സിനിമ സംസാരിക്കുന്ന ഒരു സിനിമയായി, ചരിത്രത്തോട് സംസാരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവർക്ക് പറയാനുള്ളത്. ഞങ്ങൾ 3 പേരും വൈകിട്ട് പോരെ.